യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. വിട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു, പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. ഒന്നിനു പിറകെ ഒന്നായിട്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. കവി ഇപ്രകാരം പാടുന്നുണ്ട്: എന്തു ചെയ്യേണ്ടത്, എങ്ങോട്ട് പോകേണ്ടതീ അന്ധകൂപത്തിൽ അടിഞ്ഞഹൂ ഞാൻ, അന്തമില്ലാതുള്ളൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു പിന്നെയും ഹാ കഷ്ടമെന്ന്. എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഇങ്ങനെ താണുപോയിക്കൊണ്ടേയിരിക്കുന്നു. പ്രതീക്ഷ ഒരിടത്തുമില്ല. തിരുവചനം ഹഗായിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കൊയ്യുന്നത് കുറച്ചു മാത്രം. നിങ്ങൾ ഏറെ ഭക്ഷിക്കുന്നു, പക്ഷേ തൃപ്തി വരുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, പക്ഷേ ദാഹം മാറുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, പക്ഷേ കുളിര് മാറുന്നില്ല. നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് നിങ്ങളൊരു സഞ്ചിയിൽ നിക്ഷേപിക്കുന്നു, പക്ഷേ അതിൻ്റെ അറ്റം ഓട്ടയാണ്, ഇടുന്നതൊന്നും കിടക്കുന്നില്ല. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒന്നിനു പിറകെ ഒന്നായിട്ടിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന സമ്പത്തൊക്കെ കൂട്ടിവയ്ക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും കടഭാരങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ ഇതിനൊക്കെ കാരണം? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? വളരെ വ്യക്തമായിട്ട് വെളിപാടിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 4 പറയുന്നു: എങ്കിലും നിനക്കെതിരെ ഒരു കാര്യം പറയാനുണ്ട്, നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് നമുക്കുണ്ടായിരുന്ന ആ സ്നേഹത്തെ നാം കൈവെടിഞ്ഞത് തന്നെയാണ് നമുക്ക് ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകാൻ കാരണം. ആദ്യത്തെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ദിനം അനുഗ്രഹദായകമാക്കി മാറ്റണമേ. ഓരോ നിമിഷവും നിന്നോട് ചേർന്നിരിക്കുവാനും നിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആദ്യത്തെ സ്നേഹത്തിൽ കടന്നു വരുവാൻ ഈ പ്രിയപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക്